ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട നിലവിൽ തന്നെ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നു. എന്തായാലും ഈ ആഗോള അയ്യപ്പ സംഗമവുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അതിൽ NSSനെയും SNDPയെയും ക്ഷണിക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നേരിട്ടെത്തിയാണ് ഇരു കൂട്ടരെയും ക്ഷണിക്കുക. വിജിൻ വായന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, ഇതിപ്പോൾ ആഗോള അയ്യപ്പ സംഘവുമായി സർക്കാർ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിൽ SNDP അയ്യപ്പ സംഗമത്തോടുള്ള നിലപാട് വ്യക്തമാക്കിയതാണ്. സമാന നിലപാട് തന്നെയാണോ NSSനുമുള്ളത്? ജിൽസി, തീർച്ചയായും അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും ആ വിവാദങ്ങൾക്ക് പിടികൊടുക്കാതെ മുന്നോട്ട് പോവുക എന്നുള്ളൊരു സമീപനമാണ് സർക്കാർ നിലവിൽ സ്വീകരിച്ചിട്ടുള്ളത്. ആ വിവാദത്തിൽ കക്ഷി ചേരാതെ ദേവസ്വം ബോർഡാണ് പരിപാടി നടത്തുന്നത്, അത് ദേവസ്വം ബോർഡിന്റെ പരിപാടിയാണ് എന്നുള്ള തരത്തിലുള്ള നിലപാട് ആവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന സമീപനം. അതിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ തന്നെ SNDPയും NSSും അവർ രണ്ട് സംഘടനകളും ഇക്കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാക്കിയതാണ്. ആഗോള അയ്യപ്പ സംഗമത്തെ സ്വാഗതം ചെയ്യുന്ന നിലപാടാണ് രണ്ടു കൂട്ടരും സ്വീകരിച്ചത്. NSSന്റെ ഭാഗത്തു നിന്ന പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത് ഇക്കാര്യത്തിൽ വലിയ തരത്തിൽ ഉള്ള ഒരു ഇടപെടൽ, മറ്റ് രാഷ്ട്രീയ തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ള നിലപാടാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ ശബരിമല സ്ത്രീ പ്രവേശനവും ഒക്കെയായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടായത് അത് നേരത്തെയുള്ള സംഭവമാണ്. അതുകൊണ്ട് തന്നെ അതും ഇപ്പോഴത്തെ ആഗോള അയ്യപ്പ സംഘവും തമ്മിൽ കൂട്ടിക്കുഴക്കേണ്ടതില്ല എന്നുള്ള നിലപാടാണ് ഇരു സംഘടനകളും സ്വീകരിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് NSSനെയും ഒപ്പം തന്നെ SNDPയെയും കൂടെ നിർത്താനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായി ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് രണ്ട് സംഘടനാ നേതാക്കളെയും വെള്ളാപ്പള്ളി നടേശനെയും ഒപ്പം തന്നെ സുകുമാരൻ നായരെയും കാണാനായി പോകുന്നത്. നേരിട്ട് അവരെ കണ്ട് ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കും. ഇതൊരു രാഷ്ട്രീയ പരിപാടിയോ മറ്റേതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമായുള്ള ഇടപെടലിന്റെ ഭാഗമോ അല്ല എന്നുള്ള അത് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് നിലവിൽ ദേവസ്വം ബോർഡും ഒപ്പം തന്നെ സർക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് മറ്റൊരു ബദൽ അയ്യപ്പ സംഘവുമായി സംഘപരിവാർ മുന്നോട്ട് പോകാനൊരു നീക്കം നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി ഈ രാജകൊട്ടാരം, പന്തളം കൊട്ടാരം ഭാരവാഹികളെ ഉൾപ്പെടെ കുടുംബത്തെ ഉൾപ്പെടെ പോയി കാണുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കുമ്മനം രാജശേഖരൻ നേരിട്ട് പോയി കുടുംബവുമായി സംസാരിച്ചിരുന്നു. പക്ഷേ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ പിന്നീട് തീരുമാനമെടുക്കാം എന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും NSSനും SNDPക്കും ഒക്കെ സ്വീകാര്യമാവുകയും ഒപ്പം തന്നെ ഈ രാജകുടുംബത്തിന് ഉൾപ്പെടെ സ്വീകാര്യമാവുകയും ചെയ്യുന്ന നിലയിൽ തന്നെയാണ് നിലവിൽ ഇപ്പോൾ സർക്കാർ മുന്നോട്ട് പോകുന്നത്, ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകുന്നത്. മറ്റേതെങ്കിലും തരത്തിൽ ഇവരുടെ ഭാഗത്തു നിന്നുള്ള എതിർപ്പ് ഒഴിവാക്കാനുള്ള നീക്കമാണ് PS പ്രശാന്ത് നേരിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നേരിട്ട് പോയി ഈ സംഘടനാ നേതാക്കളെ ക്ഷണിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ജിൻസി.